ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ദിവാലി സ്പെഷ്യൽ റെസിപ്പിയാണ്. കാജു ലഡുവാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കേശു നട്ട് വെച്ചുണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റി ലഡുവാണിത്. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1.5 കപ്പ് കാഷ്യൂ നട്ട് വേണം. അത് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. കാഷ്യൂ നട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊരു പൗഡർ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് കൂടുതൽ സമയം എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പൗഡർ രൂപത്തിലാവുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് പാകത്തിനാവും. ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കിയെടുക്കണം. ഈ പഞ്ചസാര മുഴുവനായിട്ട് അലിയുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഷുഗർ സിറപ്പ് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ചേർക്കാം. കാഷ്യൂ നട്ട് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കണം. എന്നിട്ട് തുടർച്ചയായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യം നമുക്ക് ഈ പഞ്ചസാര പാനിയുമായിട്ട് കാഷ്യൂ നട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ കാഷ്യൂ നട്ട് പേസ്റ്റ് കുറച്ച് കട്ടിയായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചുകൂടി കട്ടിയാവാനുണ്ട്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. കാഷ്യൂ പേസ്റ്റ് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്നും ഇളകി വരുന്ന പാകമായിട്ടുണ്ട്. കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് നമുക്കൊരു ബട്ടർ പേപ്പറിൽ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ബട്ടർ പേപ്പർ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ. അതിന് ശേഷമാണ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ് ഇതിലേക്ക് ഇടുന്നത്. ഈ കാഷ്യൂ പേസ്റ്റ് കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം വേണം ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ദിവാലിക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്